സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പ്രാർത്ഥന നടത്തിയും കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു മൗനമായ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, ഒരു അല്പസമയം ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ കയ്യിലേക്ക് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് നമ്മളൊക്കെ ഭാഗ്യവാന്മാരായതുകൊണ്ടാണ്. ഭാഗ്യവാന്മാരാണ് ഇന്നത്തെ ഈ സൂമിലും എല്ലാ സൂമുകളിലും കയറുന്നതും ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് എന്താ പറയാ, ഒരു എൻഡില്ലാത്തൊരു അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾക്ക് സ്വയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളായി തീരാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്യാം. അറിവ് വലിയൊരു പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ജീവിതത്തിൽ. അറിവില്ലാത്തവനും അറിവുള്ളവനും ഒരുപോലെയല്ല. അപ്പൊ അറിവ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോ 6 മണിക്ക് തന്നെ നമ്മള് ഒരുപാട് ആളുകള് നന്നായിട്ട് പുതച്ചു മൂടിക്കിടക്കേണ്ട ഈ നല്ലൊരു മഴക്കാലം, നല്ലൊരു സമയത്ത് ഒരുപാട് ആളുകള് ഒരു ത്യാഗത്തിനായിട്ട് മുതിർന്നുകൊണ്ട് ഈ സൂമിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഓൾറെഡി കയറിയിട്ടുണ്ട്, കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്ത് തന്നെയായാലും ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നെഞ്ചിലേറ്റിയവരാണ് ഇതിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇത്രയും ത്യാഗം ചെയ്ത് നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന് നമുക്ക് ഇന്ന് അറിവിന്റെ നിറകുടമായ ഈ ബയോട്ടോറിയത്തിൽ മാഗ്നറ്റ് തെറാപ്പിയിൽ, അതേപോലെ തന്നെ മാഗ്നറ്റ് തെറാപ്പിയിൽ അതിൻ്റെതായ വെൽനസ് കൺസൾട്ടന്റ് ആയിരിക്കുന്നതായ, അതേപോലെ തന്നെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ അദ്ദേഹം നമുക്ക് നടത്തി തരാൻ പോകുന്നത് എങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യിക്കാന്നുള്ളതും, എങ്ങനെ അതിൽ കൂടി സെയിൽസ് ഉണ്ടാക്കാന്നുള്ളതും, എങ്ങനെ അതിൽ കൂടി നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ കെട്ടിപ്പടുക്കാമെന്നുള്ളതും, നമ്മൾക്ക് എങ്ങനെ വിജയത്തിലേക്ക് എത്താമെന്നുള്ളതും, നമ്മളുടെ ഡ്രീം എങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ, അതായത് ഇന്ന് കേരളത്തിൽ തന്നെ ഇത്രയും നല്ലൊരു അറിവുകൾ കരസ്ഥമാക്കിയും കൊണ്ട് നമ്മളിലേക്ക് അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ട് ഈ അതിരാവിലെ തന്നെ നമ്മളെ മുന്നിലേക്ക് വരുന്നത് പ്രിയങ്കരനായ, കോഴിക്കോട് ജില്ലക്കാരനായ, എൻ്റെ തൊട്ട നാട്ടുകാരനായ, അതായത് ഞാനും അദ്ദേഹം തമ്മിൽ ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ തലശ്ശേരിക്കാരനാണെങ്കിൽ അദ്ദേഹം നാദാപുരം സ്വദേശിയാണെങ്കിലും നമ്മുടെ കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളായ നമുക്കെല്ലാം സുപരിചിതനായ മിസ്റ്റർ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ വിനീത് സാറിനെയാണ് ഞാൻ ഈ സെഷൻ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. തലശ്ശേരി സ്വദേശിയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഞാൻ എൻ്റെ ട്രഡീഷണൽ ബിസിനസ്സുകൾ ചെയ്തതും ഒക്കെ തലശ്ശേരിയിൽ തന്നെയാണ്. ആ ഇടയ്ക്കാണ് 3 വർഷം മുമ്പ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാനും ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കാൻ എന്നെ ദൈവം സഹായിക്കുകയും ചെയ്തത് ഈ 3 വർഷം മുമ്പാണ്. ഇന്ന് ഹെൽത്തും വെൽത്തും നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഹെൽത്തിന്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് ഒക്കെ മാറിക്കിട്ടുകയും ചെയ്തു. ഒരു മെഡിസിനും ഇല്ലാതെ, മറ്റുള്ള ഒരു തെറാപ്പിയും ചെയ്യാതെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അതിലൊരു ആത്മവിശ്വാസം വളരെയധികം ആയത്തിൽ ഇറങ്ങിയും കൊണ്ട് അതിനോട് ഒരു
യാതൊരു ഒരു മൈന്യൂട്ട് സംശയം പോലും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഇന്നത്തെ ഈ സെഷൻ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ നമ്മളെയൊക്കെ എന്താ പറയുക, ഒരു സഹോദരനെ പോലെ ഏത് പാതിരാത്രിയിൽ എവിടെ വേണമെങ്കിലും നമ്മളുടെ കൂടെ യാത്ര ചെയ്യാനും, എവിടെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനും, എവിടെ മീറ്റിംഗ് നടത്താനും ഒരു മടിയുമില്ലാതെ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ബയോട്ടോറിയത്തിൽ ഇന്ന് രാപ്പകലില്ലാതെ എന്ന് പറഞ്ഞാൽ 24x7 എന്ന് പറഞ്ഞതുപോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായ മിനീഷ് സാർ നാദാപുരം, അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. താങ്ക് യു സാർ. നമ്മുടെ മുഹമ്മദ് അലി സാറ് വളരെ ഭംഗിയായി എന്നെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. വളരെ സന്തോഷം. ഒരു MC ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ, അത് ഹോം മീറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും സൂം ആണെങ്കിലും, വരുന്ന ഒരു ഗസ്റ്റിനെ എന്തായാലും ഒരു വേദിയിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു എഡിഫൈ ചെയ്ത് സംസാരിക്കുന്നത് നല്ലതാണ്. അത് എപ്പോഴും നല്ലതാണ്, എല്ലാ പ്രോഗ്രാമിലും. അതാണ് അദ്ദേഹത്തിന്റെ എന്താ പറയാ, ആ MC-യുടെ കർത്തവ്യം ഉണ്ടാവുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളെല്ലാവരും ഒരേ ആളുകളാണ്, എപ്പോഴും കാണുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പൊ ഇതേപോലെ സംസാരിക്കുമ്പോഴാണ്, നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഒരാൾ ഇതേപോലെ എഡിഫൈ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടും. ആ ആക്സെപ്റ്റൻസ് കിട്ടുമ്പോഴാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പൊ വളരെ ഭംഗിയായി MC ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതിലുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാം. സെയിൽസ് ക്ലോസിംഗ് ആണ് നമ്മൾ ഇന്നലെ, അല്ലെ? സെയിൽസ് ക്ലോസിംഗ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ അറിയാം. പ്രോഡക്റ്റിനെ കുറിച്ചും കമ്പനിയുടെ പ്രൊഫൈലും എല്ലാം അറിയാം. അത് മാത്രമല്ല, ഈ മാഗ്നറ്റിക് തെറാപ്പിയോ അതിന്റെ നിയോഡിയമോ ഇതുവരെ കേൾക്കാത്ത പീരിയോഡിക് ടേബിളിന്റെ 60ാമത്തെ മൂലകം ഒക്കെ നമുക്കറിയാം. പക്ഷെ ആളുകൾ എല്ലാം പറയുമ്പോ നോക്കട്ടെ പിന്നെ വരാം എന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം, ഇങ്ങനെ പല പല ഒബ്ജക്ഷൻസും പറഞ്ഞ് നമ്മളെടുത്ത് എന്ത് ചെയ്യും, സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അത് ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട് ഇതിൽ? അങ്ങനെയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ടോപ്പിക്ക് വേണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് കടക്കണമെന്നല്ല. ആളുകളെ കയ്യിൽ നിന്ന് പൈസ കയ്യിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, സംസാരിച്ചിട്ട് സെയിൽ ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒന്ന് യെസ് എന്നല്ലെങ്കിൽ വൈ എന്നെങ്കിലും ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഭാസ്കർ സാറ്, അജിത മേഡം, പവിത്രൻ സാറ്, വെൽനസ് ആൻഡ് ഇൽനസ് ഷെരീഫ, അനില, റംലത്ത്, രാധാദേവി മേഡം പാലക്കാടായിരിക്കും അല്ലെ, RSM, ലീന, സുജിത്ത്. ഓക്കെ. അപ്പൊ കുറച്ചു പേർക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞ 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം ഒക്കെ ആയിരുന്നു മാർക്കറ്റിലുള്ള ആളുകളെ. പല സെയിൽസ് ക്ലോസിംഗുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പലരും എന്നെക്കാൾ നന്നായിട്ട് ക്ലോസ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു സൂമിലുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ടോപ്പിക്ക് സെയിൽസ് ക്ലോസിംഗും നമ്മുടെ ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ബന്ധങ്ങളാണ്. നമ്മുടെ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട, ഒരു സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം വിൽക്കുക എന്നതിലപ്പുറത്ത് വേറെ കുറെ ഘടകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊരു സൂം ട്രെയിനിങ് സെഷൻ ആണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് എന്ത് ചെയ്യണം, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം ഇവിടെ ഇരിക്കാൻ. അല്ലാണ്ട് കേട്ട് കഴിഞ്ഞതിനെ കൊണ്ട് ആരും ഇന്ന് മുതൽ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സെയിൽ ക്ലോസ് ചെയ്യപ്പെടണമെന്നില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ്. കാരണം ഞാൻ ഈ എടുക്കുന്ന ഈ ഒരു സെഷനിലെ കുറെ ടിപ്സുകൾ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് അതിന്റെ ട്രഡീഷണൽ രീതിയിലുള്ള ഞങ്ങളുടെ ബിസിനസ്സിലുള്ള സെയിൽസ്മാൻമാർക്ക് ഓൾറെഡി ട്രെയിൻ ചെയ്ത് കൊടുത്ത് എല്ലാവരും ഒരു 95% ആളുകളും 100% ടാർഗറ്റ് ക്ലോസ് ചെയ്ത്
ഇൻസെന്റീവ് ഫുള്ളായിട്ട് വാങ്ങുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ മാസം വരെ അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% സെയിൽസ് ക്ലോസിംഗ് കുറെ കൂടി എളുപ്പമാക്കുമെന്ന് തന്നെ എന്റെ വിശ്വാസം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ പേരിട്ടുണ്ടായിരുന്നത് സെയിൽസ് ആക്സിലറേഷൻ പ്രോഗ്രാം. നമുക്കറിയാം, സെയിൽസ് കുറയുമ്പോൾ ടീമിൽ വരുമാനം കുറയും. ഇപ്പം സെയിൽസ് ഇല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകില്ല. ഒരു ഇൻഡസ്ട്രി സെയിൽസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ ഒരു സെയിൽസ്മാൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും ഉദാത്തമായ ഒരു ജോലിയാണ്. ആ ഒരു പ്രൊഫഷനാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മൾ സെയിൽസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടക്കില്ല അല്ലെ? ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പോലും അവിടെ നടക്കുന്ന പ്രോസസ്സ് സെയിൽസ് ആണ്. ഒരു വിൽപ്പനയും ഒരു വാങ്ങലും അല്ലെ? ആ ഒരു സമയത്താണ് അവിടെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ അടുത്ത് പോകുന്നത് സെയിൽസ് ആണ്. നമ്മളൊരു സെയിൽസ്മാൻ ആണ് എന്ന് പറയുന്നത്. കാരണം സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആഗ്രഹിക്കുന്ന അത്രത്തോളം വരുമാനം നേടാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ നടന്നത്. അപ്പൊ അതിനാദ്യം നമുക്കുള്ളിൽ ഒരു അഭിമാനം വേണം. അല്ലാതെ ഇത് രണ്ടുപേരോട് പറയാനുള്ള മടി ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ലോകത്തില് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും സെയിൽസ് റിലേറ്റഡ് ആണ്. നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിയാൽ മതി. അത് ബിൽഗേറ്റ്സ് ആണെങ്കിലും ഇപ്പോ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അദാനി ആണെങ്കിലും അംബാനി ആണെങ്കിലും യൂസഫ് അലി ആണെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന മനോജ് സാർ ആണെങ്കിലും സെയിൽസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടാണ് എന്ത് പണം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. സെയിൽസ് ഇല്ലെങ്കിൽ ഒരിക്കലും പണം ഉണ്ടല്ലോ. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗിവ്സ് പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി വിത്ത് എ വെരി ലോ റിസ്ക് ആൻഡ് ലോ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ടു ബിൽഡ് ദർ ഓൺ ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആൻഡ് അക്വയർ ഗ്രേറ്റ് വെൽത്ത്. നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അനന്തമായ ഒരു സാധ്യതയാണ്. നമുക്ക് ആവശ്യം ഉള്ള അത്രയും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാനും സ്വത്തുണ്ടാക്കാനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമ്മളിപ്പോ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ വാങ്ങാനും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ വാങ്ങാനും സ്വന്തമായിട്ട് 3000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് ഒക്കെയുള്ള വീടുകൾ വെക്കാനും മക്കളുടെ കല്യാണമൊക്കെ അവര് ഒരു 3 വർഷം മുന്നേ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള ജീവിതത്തിൽ. അത്രയും മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എത്തിയത് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണം നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? ശ്രമിച്ചു കഴിഞ്ഞാൽ, ശ്രമം മാറ്റി വെച്ചോ, പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ കമ്പനി, നമ്മൾ എത്തിയ കമ്പനി ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രൊഫൈൽ ഒന്നും ഞാൻ പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല. ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കമ്പനി, ആയുഷിന്റെ അംഗീകാരം കിട്ടിയ കമ്പനി, 100ൽ കൂടുതൽ അവാർഡുകളും റിവാർഡുകളും കിട്ടിയ കമ്പനി. കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പ്രൊഡക്റ്റുകൾ, എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് യുണീക്കാണ്. നമ്മൾ ഒരാളുടെ പ്രൊഡക്റ്റ് കോപ്പി ചെയ്തിട്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്റ്റ് ആണെങ്കിലും അൾട്രാബറി ആണെങ്കിലും മോർ പവർ ആണെങ്കിലും പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ആണെങ്കിലും ആൽക്കലൈൻ വാട്ടർ മെഷീൻ ആണെങ്കിലും ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളാണെങ്കിലും ഇനി ഈ കാണുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റുകളാണെങ്കിലും ഒക്കെ എല്ലാം യുണീക്കാണ് അല്ലെ? നമ്മളെ കൈ കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ് അത്രയും മൂല്യമുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത്രയും മൂല്യമുള്ള പ്രൊഡക്റ്റ് കയ്യിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സെയിൽ ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റിന്റെ കുറ്റമാണോ നമ്മുടെ കുറ്റമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രൊഡക്റ്റ് നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3-3.5 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമുക്കും വിൽക്കാൻ പറ്റും. കാരണം ഇത് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് അല്ലേ? അല്ലാതെ ഒരു പ്രൊഡക്റ്റ് ഒരാളെ പീഡിപ്പിച്ച് പിന്നീട് ആ വഴിക്ക് ആ നാട്ടിൽ പോലും പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആൾക്കാരില്ലേ? അവര് സെയിൽസ്മാൻമാരല്ലേ? നമ്മളെ കയ്യിൽ കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഇന്നിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതല്ല. അതൊരു പഴയ തിയറിയാണ് വിൽക്കുക എന്നുള്ളത്.
അവരെ കൊണ്ട് ഇങ്ങനെ വാങ്ങിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ഒരു സെയിൽസ്മാൻ എന്ന രീതിയിൽ 2020 ശേഷം ഈ ലോകത്തിൽ വന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൽ നിന്നും വാങ്ങുക എന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ മുന്നിലെ കസ്റ്റമർ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള പിടിയും വലിയായിരിക്കണം എന്ത് ചെയ്യുക പൊതുവെ നടക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെ വളരെ ഈസിയായി കസ്റ്റമർ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം, അത് മനസ്സിലാക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ആരാണെന്ന് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് വേണം? എപ്പോഴും നേരത്തെ MC സൂചിപ്പിച്ച പോലെ രാവിലെ 6 മണിക്ക് എണീച്ച് ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് നന്നാവണം, വളരണം, അല്ലെ, നമുക്ക് വിജയിക്കണം എന്നുള്ള ഒരു ഒടുങ്ങാത്തൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ, ഫിക്സർ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് പുറത്തുള്ള ബഹുഭൂരിഷ ആളുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം, അത് മതി, അല്ലെ, ഇത് തന്നെ ധാരാളമാണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ ധാരാളമാണ്. അതേപോലെ തന്നെ എനിക്ക് വേറെ മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ പറ്റില്ല. എനിക്ക് ഇനി എന്താ പറയാ, വീണ്ടും വീണ്ടും ആളുകളുടെ അടുത്ത് റിജക്ഷൻ ഒക്കെ കേൾക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് ഐഡിയ ഒക്കെ അടിച്ചിട്ട് വീട്ടിൽ കിടക്കുന്ന പറഞ്ഞത്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും നിങ്ങൾ അടങ്ങുന്ന ഈ ഒരു കൂട്ടായ്മ വെച്ചാല് മിസ്റ്റേക്ക് ഒക്കെ സാധാരണ സംഭവിക്കാറുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത പ്രാവശ്യം പരിഹരിക്കാം. ഇന്നിപ്പോ അയാൾ സെയിൽസ് എടുത്തില്ലെങ്കിലും അയാൾ എന്ത് ചെയ്യണം, നമുക്ക് നാളെ കാണേണ്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടി വളരെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി പിരിയുന്ന ഒരാളുകൾ, അല്ലെ. അതേപോലെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഇപ്പൊ ഇല്ലാത്ത കുറെ കഴിവുകൾ എന്ത് ചെയ്യണം, എനിക്ക് വികസിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ അതൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ ഒരാൾക്ക് വിജയിക്കാൻ വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്നെന്ത് ചെയ്യില്ല, ഇവിടെ ആരും ജോയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആരാണെന്ന് ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ, ഞാൻ മ്യൂട്ട് ഓൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴുള്ള സ്ഥിതി എന്താണ്? മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി വാങ്ങുന്ന ആളെക്കാട്ടും കൂടുതൽ വിൽക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണ് ഒരു സെയിൽസ്മാൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കാണാം, വിൽക്കുന്ന ആളുകളാണ് കൂടുതൽ കാണുക. ഭയങ്കരമായ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെ, കുറച്ചും കൂടി ക്ലാരിറ്റിയും അതേപോലെ തന്നെ ഫോക്കസ് ഒക്കെ വേണ്ട ഒരു മേഖലയാണ് സെയിൽസ്. ഇത് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, അല്ലെ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടും. പക്ഷെ വളരെ സിമ്പിൾ ആണ് സെയിൽസ് എന്നുള്ളത്. സെയിൽസ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്തുണ്ടായാൽ നമുക്കൊരു ഒടുങ്ങാത്തൊരു ആഗ്രഹവും ഒടുങ്ങാത്തൊരു ആവേശം ഉണ്ടായാൽ മതി. അതേപോലെ ഒരു ധൈര്യം ഉണ്ടാണ് ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഏറ്റെടുത്ത പ്രൊഫഷനെ ഒരു പാഷനായിട്ട് കണ്ടാൽ മതി. നമ്മൾ പ്രൊഫഷണൽ രീതിയിലേക്ക് സമീപിക്കുക. നമ്മളിപ്പം എന്താ പറയാ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കിനെയും വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന 25 വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഴിഞ്ഞ 10-17 വർഷമായി ഈ വേൾഡില് 22ഓളം രാജ്യങ്ങളിൽ നമ്മളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആയുഷ് മന്ത്രാലയത്തിന് അംഗീകാരമുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുമ്പോൾ, ഒരു ഓഡിയുടെയും ബെൻലിയുടെ ഒക്കെ കാർ വിൽക്കാൻ പോകുന്ന സെയിൽസ്മാന്റെ അത്രയും എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ആയിരിക്കണം നമ്മൾ മനസ്സുകൊണ്ട്. അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. നമ്മൾ ഇപ്പോഴും ഈ കമ്പനി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് വളരെ ഒരു 1.5 ലക്ഷം രൂപ വിലയിട്ടിരുന്നെങ്കിൽ ചിലപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് വിറ്റതിന്റെ ഇരട്ടി വിറ്റിട്ടുണ്ടാവും. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് ഒരാളെടുത്ത് പറയുമ്പോ, അത് മിനീഷ് അല്ലേ, അത് മനോജ് അല്ലേ, അത് മുഹമ്മദ് അലി അല്ലേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, തൽക്കാലം നമ്മൾ അങ്ങോട്ട് മാറ്റൂല്ലേ. അതേ സമയത്ത് അവര് എന്ത് ചെയ്യുന്നു, നടുവേദന, ഡിസ്ക് കൊളാപ്സ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, 2.5 ലക്ഷം രൂപ സർജറിയാണ്, ബ്ലോക്ക് ഉണ്ട് 2 റിമൂവ് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇമാതിരിയുള്ള പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആരോഗ്യം തിരിച്ചു വന്ന ഒരു അവസരമുണ്ട്. നമ്മൾ പ്രൊഡക്റ്റിന്റെ മാത്രം നമ്മൾ പലരും മനസ്സിലാക്കാതെയാണ് പ്രൊഡക്റ്റ് വിൽക്കാൻ നടക്കുന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോ ആദ്യം നമുക്ക് നമ്മളെ പറ്റി ഒരു ബോധം ഉണ്ടാവുക, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ബോധം ഉണ്ടാവുക, നമ്മൾ ഏറ്റെടുത്ത കമ്പനിയും ഏറ്റെടുത്ത ബിസിനസ് ഏറ്റെടുത്ത പ്രൊഫഷനെ കുറിച്ചും വളരെ എന്ത് ചെയ്യുക, ഒരു ബോധത്തോടു കൂടി ഫീൽഡിലേക്ക് ഇറങ്ങുക. നമ്മളെപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിലേക്കാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും
നമ്മൾ എന്ത് ചെയ്യും? യു വിൽ ഫെയിൽ, നിങ്ങൾ പരാജയപ്പെടും. ഫോർ ദി സിമ്പിൾ റീസൺ, ഈ ഒരു ചെറിയൊരു കാരണം കൊണ്ട്, ദാറ്റ് യു ഡോണ്ട് ലേൺ ദ സെയിൽസ് സ്കിൽ. നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? സെയിൽസ് സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പരാജയപ്പെടും. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന മാത്രമല്ല സെയിൽസ്. നമ്മളെ കൂടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും സെയിൽസ് പെടും. കാരണം നമ്മൾ അവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെ നടത്തുന്നത്. ഇപ്പോ നമുക്ക് ടീം ഡെവലപ്പ് ആവുന്നില്ല, നമ്മുടെ കൂടെ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാറി ചിന്തിക്കണം. ഇങ്ങനെ പോയാൽ മതിയോ, അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യണോ? നിങ്ങളെ റിജക്ട് ചെയ്ത ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തുകൊണ്ട് അവിടെ റിജക്ട് ചെയ്യപ്പെട്ടു? റിജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഒബ്ജക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും വീണ്ടും അവരെ കാണാൻ പറ്റും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് റിജക്ഷൻ അല്ല നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ബോധം വേണം. നമ്മളെ ആളുകൾ ഒബ്ജക്ഷൻ നടത്തുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി. നമ്മളൊരാളടുത്ത് പോകുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളൊരാളെ പ്രൊസ്പെക്ട് ചെയ്യാന്നറിയും. പ്രൊസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ നാളെ എന്റെ കസ്റ്റമർ ആയി തീരാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ്. നിങ്ങളുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും നിങ്ങൾക്ക് എല്ലാ NDOP-കളിലും പ്രോഗ്രാമിലൊക്കെ പറയുന്നുണ്ട് ഒരു ലിസ്റ്റ് എഴുതണം അല്ലേ? ആ ലിസ്റ്റ് എഴുതുമ്പോൾ പുതിയ ഒരാളാണെങ്കിൽ ഒരു ലിസ്റ്റ് എഴുതി അത് അപ്ലൈ ലീഡറായിട്ട് ഇരുന്ന് എന്ത് ചെയ്യണം? സംസാരിച്ചിട്ട് വേണം അതിനൊന്ന് ഫൈനലൈസ് ചെയ്യാം. അതിനെന്ത് ചെയ്യും? പ്രയോറിറ്റൈസ് ചെയ്യാന്നറിയും. അപ്പൊ ആ ലിസ്റ്റ് പ്രോപ്പർ ആണെങ്കിൽ, ഇപ്പൊ ഇന്ന് കാണാൻ പോണ്ട 5 പേര് ഒരു ലിസ്റ്റ് എഴുതുവാണ്. അപ്പൊ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് അറിയണം. പോകുന്ന ആളുടെ ഏകദേശ അവരെന്താണ് അല്ലെ, അവർക്ക് പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് കാര്യമുണ്ടോ, അവരെടുക്കാൻ സാധ്യത ഉണ്ടോ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. വളരെ ഒരു പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിവും കപ്പാസിറ്റിയും വാങ്ങാൻ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു 10,000 രൂപ എടുക്കാൻ പറ്റാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് ഇത് സംസാരിക്കുമ്പോഴാണ് കുറെ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് സെയിൽസ് റിക്രൂട്ട്മെന്റും കൂടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടെക്നിക്ക് ഉണ്ട്, മാൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്, മണി. അവർക്ക് ഇത് വാങ്ങാൻ പറ്റുമോ? ഈ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയണം. രണ്ടാമത്തത്, ഞാൻ പറയാൻ പോകുന്ന ആള് തന്നെയാണോ അവിടെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ബൈയിങ് കപ്പാസിറ്റി ഉള്ള വ്യക്തി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ, നാട്ടിൽ തൊഴിലുറപ്പുള്ള സ്ഥലത്തും കുടുംബശ്രീയുള്ള സ്ഥലത്തൊക്കെ പോയി നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട് അല്ലെ? സെയിൽസ് ക്ലോസ് ചെയ്യപ്പെടുന്നത് വളരെ തുച്ഛമായിരിക്കും. കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ അവരെല്ലാം ഇതിന്റെ ഈ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ആളുകൾ, അത് അവരുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അത് മനസ്സിലാക്കണം. അപ്പൊ പോയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം മെനക്കെട്ടിട്ടായിരിക്കും ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്, അല്ലെ ഒരാളെ കാണാൻ പോകുന്നുണ്ടാവുക. അപ്പൊ അയാൾ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആള് എന്ന് മനസ്സിലാക്കണം. ഇനി അയാളല്ല പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആരാണോ അവിടെ ബൈയിങ് കപ്പാസിറ്റി ഉള്ളത്, ഇയാൾക്ക് ഇദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ ആരാണോ, മോനായിരിക്കാം, അല്ലെങ്കിൽ അത് മകളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ നമ്മൾ അവിടെ പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് പ്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഒബ്ജക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. കുറെ ആളുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പരാജയപ്പെടുന്നതിന്റെ റീസൺ പറയുന്നത് വെച്ചാൽ, ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ഞാൻ പോയിട്ട് നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കും. വീട്ടിലിരുന്നാൽ എന്താ നടക്കുന്നത്? സെയിൽ നടക്കുന്നില്ലല്ലോ. വീട്ടിലിരുന്നാലും സെയിൽ നടക്കുന്നില്ല, നിങ്ങൾ പോയാലും സെയിൽ നടക്കുന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് പോന്നല്ലേ? പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവിടുന്ന് ഒരു ഫീഡ്ബാക്ക് എങ്കിലും കിട്ടൂലേ നമുക്ക്? നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്തെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ? നമുക്കൊരു അപകർഷതാ ബോധം അല്ലെങ്കിൽ എന്താ പറയാ, ഇതിനെ പറ്റിയിട്ട് അവർക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെ തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ പലരും പല സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോകാത്തത്. പോയി പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എന്റെ സ്റ്റാഫിന്റെ അടുത്തും മറ്റുള്ള ആൾക്കാർക്ക് എപ്പോഴും പറയുന്നത്, നമ്മൾ ഈ സെയിൽസ് എന്ന് പറയുന്നത്, എന്റെ ഇപ്പോഴുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറയുന്നത്, നമ്മൾ സെയിൽസിലേക്ക് ഇറങ്ങുന്നത്, നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരു 100 അല്ലെങ്കിൽ 1000 നോ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുന്നത്. നോ, അതില് 10 പേരോട് പറഞ്ഞു, നമ്മളോട് റിജക്ട് ചെയ്തു, 11ാമത്തെ ആള് നമ്മുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് പൈസ തന്ന് പ്രൊഡക്റ്റ് വാങ്ങിയാൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു. അവിടെ ഒരു സെയിൽ അല്ലെ, ഒരു എക്സ്ട്രാ ഒരാളെ കൂടി ഞാൻ കാണണം എന്നുള്ള അത്രയും മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ഇറങ്ങിയാൽ മതി. അപ്പൊ നമ്മളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല. കാരണം എന്താ സംഭവിക്കുക? നമ്മളിപ്പോ ഒരാളടുത്ത് പോയി സംസാരിക്കുന്നത്, അയാൾ സാധനം വാങ്ങിയില്ല, ഓക്കെ,
നമുക്ക് എന്തായി, നമുക്കൊരു അറിവ് കിട്ടി, ഇദ്ദേഹം ഈ പ്രൊഡക്റ്റ് വാങ്ങാത്തത് ഇന്ന കാരണം കൊണ്ടാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം വെച്ചാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ഒരു സ്കിൽ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഒരു 10, 20, 30, 40, 100 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ റിജക്ഷൻ ഏറ്റെടുത്ത് പോകുന്ന സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. സെയിൽസിന് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, 85% സെയിൽസും അത് ക്ലോസ് ചെയ്യപ്പെടുന്നത് മിനിമം ഒരു 5 ഫോളോ അപ്പെങ്കിലുള്ള സമയത്താണ്. ഇപ്പൊ ഫോളോ അപ്പിന് പോകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെയിൽസിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, 5 പ്രാവശ്യമെങ്കിലും ആ കസ്റ്റമറെ അല്ലെങ്കിൽ ആ പ്രൊസ്പെക്ടിനെ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം പോകുന്ന പോക്ക് ക്യാൻസൽ ചെയ്യണമെന്നില്ല, പോകണ്ട. അത് ആ മൈൻഡ് സെറ്റാണ് നമുക്ക് ആദ്യം വേണ്ടത്. എപ്പോഴും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഞാനിപ്പോ ലീന മാഡത്തിനെ വിളിച്ച് പറയണത്, ലീന മാഡം സുഖമല്ലേ, ജാർഖണ്ഡിലെ മഴയുണ്ടോ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു ആയുഷിന്റെ അംഗീകാരമുള്ള ഭൂമിയിലെ മാഗ്നറ്റിസം കേരി ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരാളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ സെയില് ക്ലോസ് ചെയ്യപ്പെടണമെന്നില്ല അല്ലേ. അതേ സമയത്ത് ഞാൻ ലീന മാഡത്തിനോട് വിളിച്ച് പറയാണ്, ലീന മാഡം എന്നാ നാട്ടിലേക്ക് വരുന്നത്, ഇവിടെ അടിപൊളി ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം എന്റെ കസ്റ്റമർ ആരാണ്. ഇപ്പൊ ലീന മാഡത്തിന് ബാക്ക് പെയിൻ ഉണ്ട്. ഓക്കെ, ലീന മാഡം എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന പേര് പറയാണ്, നിങ്ങൾ ആരും ആവട്ടെ. അപ്പൊ ലീന മാഡത്തിനോട് വിളിച്ച് ഞാൻ പറയാണ്, ബാക്ക് പെയിൻ ഉണ്ടെന്ന് എനിക്കറിയാൻ കുട്ടിക്കും, അല്ലെങ്കിൽ അവർക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, എന്തോ ആയിക്കോട്ടെ, ഇവിടെ ആളുകൾ ഉപയോഗിച്ചിട്ട് ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഒക്കെ ഭയങ്കര റിസൾട്ട് ആണ്. അവരൊക്കെ ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന 3-4 ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്, ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ, അവരെന്ത് ചെയ്യും, അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും അല്ലെ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, എല്ലാ സെയിൽസും ക്ലോസ് ചെയ്യപ്പെടുന്നത് പ്രൊഡക്റ്റും പ്ലാനും കാണുന്നതിന് മുന്നെയാണ്. അവർ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന 3-4 വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ അവർക്ക് മനസ്സിലാവാത്ത, അവരുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത വാക്കുകൾ സംസാരിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിലേക്ക് അവർ വരാതിരിക്കുന്നത്. അവർക്ക് ഗുണം കിട്ടുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം. ആളുകൾ എപ്പോഴും അവർക്ക് ഏറ്റവും വിശ്വാസം ഇഷ്ടമുള്ള ആളുകളെ കയ്യിൽ നിന്നാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുക. നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് തന്നെ, ഈ വിൽക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഈ മെറ്റീരിയൽ അല്ല വിൽക്കുന്നത്. ഇപ്പം ഒരു കാർ വിൽക്കുന്ന ആള് ആ കാറല്ല വിൽക്കുന്നത്, ഒരു ഇൻഷുറൻസ് വിൽക്കുന്ന ആൾ ഇൻഷുറൻസ് പോളിസി അല്ല വിൽക്കുന്നത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മളെ ഇതിലേക്ക് വരുന്ന സമയത്ത്, നമ്മളിപ്പോ ഒരു കാറ് വാങ്ങാൻ ഒരു ഫാമിലി വരുമ്പോ ആ ഫാമിലിയുടെ അടുത്ത് ആ സെയിൽസ്മാൻ പറയുന്നത് ഈ കാറിന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട് അല്ല, ഈ കാർ വാങ്ങുന്ന സമയത്ത് ആ കുടുംബത്തിന് എന്ത് ഗുണം ഉണ്ടാവും, ഇതിന്റെ വാല്യൂ എന്താണ് അവരുടെ ലൈഫിൽ അല്ലെ, അതാണ് സംസാരിക്കുന്നത്. ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അവിടെ നമ്മളോട് പറയുന്നത് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുന്ന ബെനിഫിറ്റും, അതേപോലെ തന്നെ നമ്മൾ ഇല്ലാതാവുന്ന ഒരു സമയത്ത് കുടുംബം സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈസിസിനെ എങ്ങനെ ഈ പോളിസി അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ് വിൽക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. നമ്മുടെ മോർ പവർ ആണെങ്കിലും അൾട്രാ വറി ആണെങ്കിലും നമ്മൾ വിൽക്കുമ്പോൾ അതിന്റെ എന്താണോ എൻഡ് റിസൾട്ട് ആ കസ്റ്റമർക്ക് കിട്ടുക, ആ റിസൾട്ടാണ് പറഞ്ഞ് വിൽക്കേണ്ടത്. അല്ലാണ്ട് അതിന്റെ ഉള്ളിലെ ചേരുവകളോ അതിലെ കുപ്പിയുടെ മഹത്തോ അതിന്റെ ലേബലിന്റെ ക്വാളിറ്റി ഒന്നുമല്ല. അവിടെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ പിന്നെയും അവരുടെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ സെയിൽസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആ ഒരു കസ്റ്റമർക്ക് എന്ത് റിസൾട്ട് കൊടുക്കും എന്ന് അവരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം എന്നുള്ളത്. എപ്പോഴും ഒരു നല്ല ഒരു സെയിൽസ്മാൻ, അത് ഏത് കമ്പനിയിലെ സെയിൽസ്മാൻ ആണെങ്കിലും, ഒരു നല്ല സെയിൽസ്മാൻ എപ്പോഴും ഒരു പ്രോബ്ലം ഫൈൻഡർ ആയിരിക്കും, ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കും. ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്ന ഒരാളാവരുത്. പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്ന ഒരാളാകുന്ന സമയത്താണ് നമുക്കറിയാം, പല ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്നിട്ട് പല പ്രൊഡക്റ്റുകളും വിൽക്കാൻ വരുന്നില്ലേ നിർബന്ധിച്ചിട്ട്. എന്തൊക്കെയാണ് അവർ സംസാരിക്കാറുള്ളത്, എന്റെ മകന് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, അച്ഛന് സുഖമില്ല, അമ്മക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് അരി വാങ്ങാനുള്ള കാശ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ നടക്കുന്നുണ്ട്. അത് പറയാന്ന് വെച്ചാല്
പിച്ച് ദ കസ്റ്റമർ എന്നിട്ട് നമ്മൾ കസ്റ്റമറെ ഉള്ളിക്കൊണ്ട് എന്ത് ചെയ്യുക ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അത് എന്തല്ല, അത് പ്രൊഫഷണൽ രീതിയല്ല, അത് ഏറ്റവും ലോ ലെവലിൽ നിന്നുകൊണ്ടുള്ള വിൽപ്പനയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് എന്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് എന്താണോ പ്രോബ്ലം അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമായിരിക്കാം, അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അല്ലെ? നമ്മുടെ കയ്യിൽ രണ്ടിനും സൊല്യൂഷൻ ഉണ്ട്. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് തരുന്ന ആരോഗ്യത്തിന് തരുന്ന ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് സംസാരിക്കാം. ഈ രണ്ട് കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പൊ നിങ്ങളായിരിക്കണം ഏറ്റവും നല്ല മുന്നിലിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ആൾ. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാൻ, നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങുക. അതേപോലെ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ശേഷം സാർ എങ്ങനെയാണെങ്കിലും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഡിലക്സ് പ്രൊഡക്റ്റ് എടുക്കട്ടെ, സാറ് ക്യാഷ് ആണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണോ, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിപ്പോ സാറിന് മാത്രമാണ് നമ്മളിപ്പോ സംസാരിച്ചിരിക്കുന്നത്. സാറിന്റെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. സാറിന് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇതൊരു ഫാമിലി കിറ്റ് വാങ്ങുന്ന സമയത്ത് 3600 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് സൂപ്പർ ഡീലക്സ് എടുക്കുന്ന സമയത്ത്. സാർ അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഒരു 3600 രൂപ വാങ്ങും. കാരണം സാർ എന്തായാലും ഈ ഗുണം കിട്ടുന്ന സമയത്ത് സാറിന്റെ ഫാമിലിക്ക് എന്തായാലും വാങ്ങിക്കൊടുക്കും. അപ്പോ ഇപ്പൊ തന്നെ വാങ്ങുന്നില്ല സാറേ നല്ലത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ആർജവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളിപ്പോ ചെയ്യുന്നത്, പലരും ചെയ്യുന്നത്, പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കി വിളിക്കുക, കേട്ടോ ഒരു അടിപൊളി സാധനമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോകുന്നത് എന്തിനാണെന്നുള്ള ബോധമെങ്കിൽ നമുക്ക് വേണം. നമ്മൾ സെയിലിൽ ക്ലോസ് ചെയ്യാനാ പോകുന്നത്, പക്ഷെ അവിടെ എത്തിയിട്ട് സെയിലിൽ ക്ലോസ് ചെയ്യൂല. നമ്മൾ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നിട്ട് അവര് പറയുക, എന്റെ കുഞ്ഞമ്മായിണ്ട്, ഇളയപ്പുണ്ട്, സ്റ്റോക്ക് വന്നിട്ട് കിടക്കുന്നു, അവരൊക്കെ പറയാ അവിടെ എനിക്ക് വേണ്ട. കാരണം എന്തുകൊണ്ടാ, എനിക്കിത് ആവശ്യമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ വന്ന ആൾക്ക് ബോധിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം നിങ്ങൾ ആ രോഗികളുടെ കാര്യം പറഞ്ഞ് ക്ലോസ് ചെയ്യുന്ന പരിപാടി നിർത്തിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സെയിലുകളും റിക്രൂട്ട്മെന്റും ഒക്കെ നടക്കും. രോഗികളോട് പറയേണ്ടെന്നല്ല, ആ രോഗത്തിന് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളത് ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെയിലുകൾ നടക്കും. മാക്സിമം റിജക്ഷൻ ഒഴിവാക്കാനുള്ള എന്ത് ചെയ്യാം ടെക്നിക്കുകൾ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക, അവരായിട്ട് ഇടപഴകുക എന്നുള്ളത്. ഇനി സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാഭ്യാസവും കഴിവും കാര്യങ്ങളൊന്നും വേണ്ട. നല്ലൊരു കോൺഫിഡൻസ് നമ്മളെ പ്രൊഡക്റ്റിൽ ഉണ്ടായാൽ മതി. നമ്മളെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നല്ലേ. ഇത് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ എന്റെ മുന്നിലുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ കൂടെയുള്ളവരിലേക്ക് ഇത് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അതേപോലെ ഒടുക്കത്തെ ആവേശം ഉണ്ടായിരിക്കണം സെയിൽസ്മാന് വേണ്ട ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒടുക്കത്തെ കോൺഫിഡൻസും ഒടുക്കത്തെ ആവേശം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ സെയിൽ പോസിബിൾ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായി ഞാൻ ഇന്ന് സെയിൽ ക്ലോസ് ചെയ്യും എന്നും പറഞ്ഞ് രാവിലെ തന്നെ ഒരു യെസ് എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി മാർക്കറ്റിൽ ഇറങ്ങുവാണെങ്കിൽ 100 വഴികൾ നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഇതൊന്നും നടക്കൂല, എന്തിനു പോവാ ഇത്, അയാളിപ്പോ വെച്ച് കയറ്റി അയാളെ കൂടെ പോണല്ലോ എന്നും വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വാങ്ങാൻ വിചാരിച്ച കസ്റ്റമർ പോലും നിങ്ങളുടെ സാധനം വാങ്ങൂല. എന്തുകൊണ്ടാന്ന് വെച്ചാല് എല്ലാ വിൽക്കൽ വാങ്ങലുകളൊക്കെ നടക്കുന്നത് നമ്മുടെ സിഗ്നൽ വഴിയാണ്. നമ്മൾ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഒരു സിഗ്നലാണ് മുന്നിലിരിക്കുന്ന ആളുകളുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതിനെപ്പോഴും പറയാം, നമ്മള് ഒരു ഇറങ്ങുന്ന സമയത്തല്ലേ വാങ്ങുന്ന സമയത്ത് നമുക്ക് 2 മനസ്സുണ്ടാവും. ഒന്ന് നമുക്ക് ബോധ മനസ്സെന്നും മറ്റൊന്ന് ഉപബോധ മനസ്സെന്ന് പറയും. എന്ത് കാര്യം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആളുകള് നിങ്ങളുടെ എനർജിയാണ് ആദ്യം വാങ്ങുക, പിന്നീടാണ് ബാക്കി എല്ലാ പ്രോസസ്സും. അപ്പൊ നമുക്ക് എങ്ങനെ ഒരാളെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില ആളുകള് നമ്മളിപ്പോ ഒരു 5-6 ആൾക്കാർ നിൽക്കുന്ന സമയത്ത്, നമ്മളെ സൗഹൃദ വലയങ്ങളിൽ നിൽക്കുന്ന സമയത്ത്, സുഹൃത്തുക്കളെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആകാം. അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കയറി വരുമ്പോഴത്തേക്ക് വളരെ ജഗപൊകയായിട്ട് അവിടെ ആളുകളൊക്കെ വളരെ ആക്റ്റീവ് ആകുന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ആ വ്യക്തിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അത് വലിയ സ്പിരിച്വൽ ലീഡർ ഒന്നുമല്ല, നമ്മളെ പോലെയുള്ള സാധാരണക്കാരനാണ്. പക്ഷെ എന്താണ്, അത് നല്ല തന്റെ ഉള്ള നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരു ആളുകളായിരിക്കും. അതേസമയം നമ്മളിപ്പോ ഒരു 5-6 ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 7ാമത്തെ ഒരാൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെയുള്ള 5-6 ആൾക്കാർ മൊത്തത്തിൽ അങ്ങ് അപ്സെറ്റ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്? ആ വരുന്ന വ്യക്തി നെഗറ്റീവ് എനർജി കൊണ്ടാണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതൊരു ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടാണ് വരുന്നുണ്ട്. അപ്പൊ തന്നെ അവര് കയറി വരുമ്പോൾ തന്നെ നമ്മൾ അസ്വസ്ഥരാകാൻ തുടങ്ങും. നമ്മൾ അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു മാനസികമായിട്ട് നമ്മുടെ ബോഡിയും മനസ്സും ഒരേപോലെ എന്ത് ചെയ്യും, നമ്മൾ മാറാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. എന്തുകൊണ്ടാ വെച്ചാൽ അവരവിടുന്ന് പുറത്തേക്ക് വിടുന്ന ഒരു എനർജി, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ആ വൈബാണ് എന്ത് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാർ ആദ്യം എന്ത് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആളുകൾ ഏറ്റെടുക്കണമെങ്കിൽ, ഇപ്പൊ ഇതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ആളുകൾ ഏറ്റെടുക്കണമെങ്കിൽ, നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാണുന്ന സമയത്ത് ആ കയറി ഇരിക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോകാമെന്ന് അവരെ കൊണ്ട് പറയിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ആദ്യം വേണ്ടത്. നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായി, ഒരാളെ പറ്റിക്കാൻ വേണ്ടി പോകുന്ന തരത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാർക്കറ്റിലേക്ക് ഇറങ്ങരുത്. എപ്പോഴും അവരെ സഹായിക്കാനുള്ള നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പോവാണ് ഞാൻ, അല്ലെങ്കിൽ അവർക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പോവാന്നുള്ള ഒരു എന്ത് വേണം, ഒരു ചിന്തയിൽ വേണം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അല്ലാതെ ഒരു 100 BB കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാവത്തിനെ പിടിച്ച് കൊന്ന് സെയിലെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങരുത്. അത്രയേ ഉള്ളൂ. ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ മാന്യമായ ഡ്രസ് കോഡിലായിരിക്കണം പോകേണ്ടത്. കാരണം ഈ വലതുഭാഗത്ത് കാണുന്ന പോലെ ട്രസ്റ്റ് ഈസ് ബിൽഡ് ഓൺ ഫസ്റ്റ് ഇംപ്രഷൻ. ഈ കാണുന്ന പിക്ചറിൽ 2 പേരുണ്ട്. നിങ്ങൾക്ക് ആരെ കാണുമ്പോഴാണ് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവുക? നിങ്ങളിപ്പം എന്താ പറയാ, ഇതിപ്പോ ഡോക്ടർ അല്ലേ ഫോട്ടോ ഉള്ളത്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ അച്ഛനെയോ അമ്മയോ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അത് സർജറിയാണ് കുട്ടി. ഡോക്ടർ വരുന്നത് നല്ല യോയോ ആയിട്ട് ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. നിങ്ങൾ അതോടുകൂടി ആ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ആ പേരൻസിനെ മാറ്റും അല്ലെ, ആരാണെങ്കിലും. അതേ സമയത്ത് അപ്പൊ നമ്മുടെ ഡ്രസ് കോഡിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ നമ്മൾ സ്റ്റോപ്പ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, പോകുന്ന സമയത്ത് എല്ലാരും ഇൻസൈഡ് ആക്കണമെന്നോ, എല്ലാരും പിന്നെ ഷൂവും കോട്ടും ടൈയും ഇടണമെന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ള മുന്നിലുള്ള ആളുകൾക്ക് കോൺഫിഡൻസ് കിട്ടുന്ന തരത്തിലുള്ള ഡ്രസ് കോഡ് ആയിരിക്കണം ധരിക്കേണ്ടത്. അത് എന്ത് ചെയ്യുക, ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ആളുകൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് വെറുതെ കൈ കൊടുക്കുന്നതല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഭംഗിയായി നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി മറ്റുള്ളവരുടെ കയ്യിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് 2 പേർക്കും ഒരു എനർജി കിട്ടുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ അത്രയും എന്താണ് ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനർജി എമിഷൻസ് ഇവിടെ നടക്കുന്നതാണ്. അപ്പം നമ്മളൊരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ആ ഷേക്ക് ഹാൻഡ് നമ്മൾ ബോധപൂർവ്വം നല്ല പവർഫുൾ ആയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. അല്ല പിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കുലുക്കി തെങ്ങ് കുലുക്കുന്ന പോലെ കുലുക്കാനല്ല, വളരെ മാന്യമായ രീതിയിലുള്ള ഒരു എനർജി. ചില ആളെ കാണുന്നില്ലേ, ചില ആൾ കൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യും അല്ലെ, പലപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഷേക്ക് ഹാൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂളാണ് നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് കയറി പോകാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും ഒരു പുരുഷനാണ് സെയിൽസ്മാൻ എങ്കിൽ, ഒരു സ്ത്രീയാണ് കസ്റ്റമർ എങ്കിൽ അവരടുത്ത് ആദ്യം പോയിട്ട് കൈ നീട്ടാൻ പാടില്ല. ശ്രദ്ധിക്കും എപ്പോഴും. അതേ സമയത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്ത്രീ, ഞാനാണ് വരുന്നത്, എനിക്ക് ഗീത മാഡം എനിക്ക് ഷേക്ക് ഹാൻഡ് തരുവാണെങ്കിൽ യാതൊരു കാരണവശാലും ഞാനത് നിരസിക്കാൻ പാടില്ല. അവരെ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഷേക്ക് ഹാൻഡ് കൊടുക്കണം. അതേ സമയത്ത് ഞാൻ നേരിട്ട് ആദ്യം പോയിട്ട് ലേഡിയുടെ മുന്നിലേക്ക് കൈ നീട്ടാൻ പാടില്ല. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. കാരണം പലർക്കും പറ്റുന്ന കുറെ അബദ്ധങ്ങളാണ്. ആ ഷേക്ക് ഹാൻഡ് മതി അവർ അസ്വസ്ഥരാകാൻ. അതാണ് അതിന്റെ പോയിന്റ്. അല്ലാതെ നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുത്തതുകൊണ്ടോ ഷേക്ക് ഹാൻഡ് അവരുടെ നിന്ന് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ ഒരു ഷേക്ക് ഹാൻഡ് മതി നമ്മുടെ മുന്നിലുള്ള കസ്റ്റമർ അസ്വസ്ഥരാകാൻ. ഓക്കെ, അപ്പോ അവരെ റിജക്ട് ചെയ്താലും അവർക്ക് മുന്നിലേക്ക് കൈ നീട്ടുമ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റായ മാന്യമായ രീതിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഹൈഫൈ ഉള്ള രീതിയിലുള്ള സെൻസ് എന്ത് ചെയ്യുക, ഷേക്ക് ഹാൻഡുകളൊന്നും ഒഴിവാക്കുക. വളരെ പ്രൊഫഷണൽ ആകുക എന്നുള്ളതാണ്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമർ നമ്മളോട് റിജക്ഷനോ ഒബ്ജക്ഷനോ ഒക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത്, ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, യെസ് ബട്ട് തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കസ്റ്റമർ മുന്നിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, അവർ പറയുന്നത് ഉൾക്കൊണ്ടേക്കും. അവരെന്ത് പറഞ്ഞു, ഇപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയാ സാറേ, പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്നലെ ഈ സമയമാകുമ്പോഴത്തേക്ക് എന്തുണ്ടായിരുന്നു,
ഈ 4 മണി എന്ന് പറയുന്ന സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു, ഇന്ന് മഴക്കാലം ഉണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ. ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിനെയും റിജക്ട് ചെയ്യാൻ പോണ്ട, എല്ലാത്തിനും ഒരു യെസ് മൈൻഡ് സെറ്റ് കൊടുത്തതിന് ശേഷം അവരെല്ലാം നമ്മുടെ കൂടെ എന്ത് ചെയ്യാം. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോ എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് പറ്റി ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പോലും ഇങ്ങനെ ചാരി ഇരിക്കരുത്. നമ്മളെപ്പോഴും ഇരിക്കുമ്പോൾ കുറച്ച് മുന്നോട്ടൊന്ന് ആഞ്ഞിരിക്കണം എപ്പോഴും. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഒബ്ജക്ഷനെ കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അപ്പം അദ്ദേഹവും ഒരു ഫോർവേഡ് ചെയ്യുന്ന മുന്നിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു മിററിംഗ് ഒക്കെ സംഭവിക്കും. അവരിയ്ക്കുന്ന പോലെ നമ്മൾ ഇരിക്കുമ്പോ, ഇത് സൂം ആയതുകൊണ്ട് നമുക്ക് ഒരു പരിമിതികളുണ്ട്. ഈ പിക്ചർ കാണുന്നില്ലേ, ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ലെഫ്റ്റ് സൈഡ്, ആ രണ്ടും ഏകദേശം അവർ ഒരുപോലെ ഇരിക്കുന്നല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി മനഃപൂർവ്വം അതിനെ നിർവഹിച്ചിരിക്കും. എന്തുകൊണ്ടാ? ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി. നമ്മളെപ്പോഴും കസ്റ്റമർ മുന്നിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. നമ്മൾ കസ്റ്റമർ എങ്ങനെ ഇരിക്കുന്നത് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ എന്തും മാനസികമായിട്ട് അടുപ്പുണ്ടാകുന്നതാണ്. നമ്മൾ അതിന് മിററിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മള് കസ്റ്റമർ വീട്ടിൽ നമ്മൾ പോവാണെങ്കിൽ നമ്മൾ ഒരിക്കലും കസ്റ്റമർ ഇരിക്കുന്നതിന്റെ താഴെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല ഒരിക്കലും. ഒന്നുകിൽ അതേ ലെവലിൽ ഇരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു കുറച്ച് മുകളിലെങ്കിലും ഇരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം മനഃപൂർവ്വം. വീട്ടിൽ പോയി ഇരിക്കുന്ന സമയത്ത് കംഫർട്ടായിട്ട് ഇരിക്കണം. അതേപോലെ തന്നെ നേരെ കസ്റ്റമറോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന തരത്തിലേക്ക് ഇരുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, സംസാരിക്കുന്ന ആൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടി ആക്സെപ്റ്റൻസ് കിട്ടും. അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ പണിയായുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അത് ഉറപ്പിക്കണം. ആദ്യം രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്, വൈകുന്നേരം വരെ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പറയും. കയ്യിന്റെ മുകളിൽ റിസ്റ്റ് വേണ്ട ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ള ആളുകളുണ്ട് മാർക്കറ്റിൽ. എന്നിട്ട് പറയും സെയിലൊന്നും ആരും വാങ്ങുന്നില്ല. വാങ്ങണമെങ്കിൽ ആദ്യം ഇയാൾ ഉപയോഗിക്കണ്ടേ. അപ്പൊ നമ്മുടെ ടൂൾസ് എന്താണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ടൂൾസുകൾ പല പരിപാടികൾക്കും പല ആൾക്കാരുടെ കയ്യിലുണ്ടാവും അല്ലെ. ഒരു കാർപ്പന്ററുടെ കയ്യിൽ ഈ ടൂളുകളുണ്ട്, ഇലക്ട്രീഷ്യന്റെ കയ്യിൽ ടൂളുകൾ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, നമ്മുടെ സാധാരണ നാടൻ പണിക്ക് പോകുന്ന ആളുകളുടെ അടുത്ത് അവരുടെ ടൂളുകൾ ഉണ്ടാവും. എല്ലാ ജോലിക്ക് ഇറങ്ങുന്ന ആളുകളുടെ കയ്യിലും ടൂൾസ് ഉണ്ടാവും. ടൂൾസ് ഇല്ലാതെ ഒരു പണി നടക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ടൂൾസ് എന്താണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഒരു ബ്രോഷർ, അതിനാണ് അത്രയും മനോഹരമായ ബ്രോഷർ അടിച്ചിരിക്കുന്നത്. പ്രൈസ് ലിസ്റ്റ് വ്യക്തമായിട്ട് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. പ്രൈസ് ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് വിളിച്ചു ചോദിക്കും, അവരെ സാറേ നമ്മുടെ ഫാമിലി കിറ്റിന് 9 ഫാമിലി കിറ്റിന് എത്രയാ റേറ്റ്, എത്രക്ക് കൊടുക്കാൻ പറ്റൂ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു ഫോൺ കസ്റ്റമർ മുന്നിൽ ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ നിങ്ങളെക്കാട്ടും കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. അദ്ദേഹം വളരെ ഭംഗിയായി നിങ്ങളെ അസസ് ചെയ്യും. ഇവൻ പോട്ടറാണ് ചുരുക്കി പറഞ്ഞാൽ. ഇവ എന്തിന് മാർക്കറ്റിൽ ഇറങ്ങി എന്നുള്ളത്, കാരണം നിങ്ങൾക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വില അറിയാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പ്രൈസ് ബൈഹാർട്ടായിരിക്കണം. ആ പറയുന്ന രീതിയും അതേപോലെ തന്നെ ആയിരിക്കണം. ഒരു കസ്റ്റമറെ ഞെട്ടിക്കുന്ന തരത്തിൽ സാറേ പ്രീമിയം ഉണ്ട് 10,000 രൂപയാണ് വില എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പ്രൊമോഷൻസിന്റെ ലിസ്റ്റ് നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്താ പ്രൊമോഷൻ. ഞാൻ ഇന്നൊരു കസ്റ്റമറെ കണ്ടു, സംസാരിച്ചു, എന്നോട് പറയും നാളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഓക്കെ, അദ്ദേഹം മാഗ്നറ്റിക് തെറാപ്പി അറിയില്ല, ഈബായിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി എന്റെ പെരിക്കോസ് വെയിന് മാറ്റം കിട്ടും. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക, അത് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകും. സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നി അദ്ദേഹത്തിന്റെ അമ്മക്ക് വേണം ഒരു പ്രൊഡക്റ്റ്. എന്തായാലും അദ്ദേഹത്തിന്റെ അമ്മക്ക് വാർദ്ധക്യ സാധ്യമായ കുറെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ 100% അത് 9,800 ക്ലോസ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് സാറേ ഇന്ന് എടുക്കുവാണെങ്കിൽ ഒരു 3,300 രൂപ ഡിസ്കൗണ്ട് എനിക്ക് വാങ്ങി തരാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ അമ്മക്കും കൂടി എടുക്കുവാണെങ്കിൽ ഇന്നാണെങ്കിൽ എനിക്ക് എന്ത് പറ്റും, 3,200 രൂപ ഡിസ്കൗണ്ട് വാങ്ങി തരാൻ പറ്റൂലേ. 9,800 2 പ്രൊഡക്റ്റ് 19,600, 16,500 തന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കൊടുക്കാലോ. അപ്പൊ കസ്റ്റമർക്ക് അറിയില്ലല്ലോ എന്ത് ഇതിന് എല്ലാ കാലവും 3,200 ഡിസ്കൗണ്ട് ആണെന്ന് അറിയില്ലല്ലോ. ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്തു. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാ അതുപോലെ ഇരിക്കും അവിടെ സെയിൽ ക്ലോസ് ചെയ്യപ്പെടുന്നത്. അതേപോലെ പ്രൊമോഷൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അൾട്രാവറി ജ്യൂസ് 2 വാങ്ങുന്ന സമയത്ത് 4,400, അതേ സമയത്ത് ഒരുമിച്ച് 2 വാങ്ങുന്ന സമയത്ത് അതിന് പ്രൊമോഷൻ പ്രൈസ് ഉണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ പ്രൊമോഷൻ ഉണ്ടോ ആ പ്രൊമോഷൻ ഒക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. 6,500 30 ഗ്രാമിന്റെ 6 പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10,900 കൊടുത്തു കഴിഞ്ഞാൽ 300 ഗ്രാമിൻ്റെതും അതേപോലെ 6 30 ഗ്രാമും കിട്ടും അല്ലെ.
അതിനൊരു പ്രൊമോഷൻ ആയിട്ട് ക്ലബ് ചെയ്യാം. നമുക്ക് ആ കസ്റ്റമറെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നുള്ളത്. നോർമൽ കേസ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ 60 രൂപയുടെ സാധനം 30% ഡിസ്കൗണ്ട് ഉണ്ട് സാറേ എന്ന് പറയും. അല്ലെങ്കിൽ ഫുഡ് ആണെങ്കിൽ നിയർ എക്സ്പയറി ആണെങ്കിൽ 50% ഓഫർ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പ്രൊമോഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ട്, വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രൈസിങ് ഇട്ടിട്ടുണ്ട് കമ്പനി. അപ്പൊ അതിനെന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെയിൽസിലേക്ക് പോകുന്ന സമയത്ത് അതേപോലെ തന്നെ സാമ്പിൾസ് നമ്മളെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു റിസ്റ്റ് ബാൻഡും ഒരു വാട്ടർ ആൻഡ് ജിപ്പേഡ് നമ്മൾ കരുതണം. ഇത് രണ്ടും കൊണ്ട് വേണം പോകാൻ. നിങ്ങൾ ആദ്യം തന്നെ പോകുന്ന സമയത്ത് ആ കിറ്റും എടുത്ത് പോകണ്ട. കിറ്റ് വണ്ടിയിൽ ഉണ്ടായാൽ മതി. പക്ഷെ കസ്റ്റമർ മുന്നിലേക്ക് പോകുമ്പോൾ വാട്ടർ ആൻഡ് ജിപ്പേഡും അതേപോലെ തന്നെ റിസ്റ്റ് ബാൻഡും കൊണ്ടുപോകണം. കാരണം നമ്മൾ ഈ മെയിനായിട്ട് സംസാരിക്കുന്ന വിഷയം ഇതാണെങ്കിൽ, അങ്ങനെയുള്ള മോർ പവർ ആണെങ്കിൽ ഒരു 30 തവണ മോർ പവർ എടുത്താൽ മതി. അൾട്രാ വരെ ആണെങ്കിൽ ഒരു അൾട്രാ വരെ എടുത്ത് പോകാം. ഓക്കെ, ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, റിസ്റ്റ് ബാൻഡ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വാട്ടർ ആൻഡ് ജിപ്പേഡ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ ഈ വാട്ടർ ആൻഡ് ജിപ്പേഡിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് കൂടുതൽ കൺഫ്യൂഷൻ ആളുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ചുറ്റി, അല്ലെങ്കിൽ കാലിന് മുട്ടിന് വേദന മാറും എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എപ്പോഴും എന്ത് ചെയ്യുക, ഒരു നല്ലൊരു കൺസൾട്ടന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതേപോലെ തന്നെ നല്ലൊരു ബന്ധം എപ്പോഴും സൂക്ഷിക്കുക കസ്റ്റമറുമായിട്ട്. നമ്മൾ എന്താണോ ഒരു ഡോക്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ ആളും ആദ്യം ചെയ്യുന്നതാണ് എല്ലാം ഒന്ന് എക്സാമിൻ ചെയ്യുക. അതേപോലെ നമ്മൾ നമ്മളെ കസ്റ്റമറിനെ എക്സാമിൻ ചെയ്യുന്നു. കസ്റ്റമർ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം, അല്ലെ? ഇപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ എന്ത് ചെയ്തു, ചെക്ക് ചെയ്ത് നോക്കി, ടെമ്പറേച്ചറിൽ പ്രശ്നമുണ്ട്, അതേപോലെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ലേബിലേക്ക് വിടും, അല്ലെ? അതെന്ത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്താണ് ഉറപ്പിക്കണം നമുക്ക്. അപ്പൊ നമ്മൾ കസ്റ്റമർ അടുത്ത് ഇതേപോലത്തെ ഒരു അപ്രോച്ച് ആയിരിക്കണം. ഞാൻ രോഗിയുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ, നല്ല ആരോഗ്യമുള്ള നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു കസ്റ്റമർ കാര്യം ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആ കസ്റ്റമറെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അവരെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇദ്ദേഹത്തിന് എന്തുണ്ട്, അടുത്ത വർഷം കല്യാണം കഴിക്കാനായ മോളുണ്ട്, അല്ലെങ്കിൽ മോനുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടിയുണ്ട്. അവനെ എന്ത് ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ലതാണ്, നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഡയഗ്നോസ് ആണ്. രണ്ട്, ഇദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ നമ്മളോട് അടുക്കുന്ന സമയത്ത്, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫയൽസ് വരെ നമ്മളോട് പറയും. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ അടുത്ത എന്ത് ചെയ്യണം, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിലും പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിലും അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതേ പ്രോസസ്സാണ്. എക്സാമിനേഷനും ഡയഗ്നോസും പ്രിസ്ക്രിപ്ഷനാണ്. അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വേദനകൾ എവിടെ ഉണ്ടോ അവിടെ സെയിൽസ് ഉണ്ട്. വേദനകളും ബെനിഫിറ്റുകളും ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്താണ് അത് സെയിൽ ക്ലോസ് ചെയ്യപ്പെടുന്നത്, ജോയിനിങ് നടക്കുന്നത്. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ട കഴിവ് എന്ന് വെച്ചാൽ, ഒരു സെയിൽസ്മാന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കഴിവ് എന്ന് വെച്ചാൽ ആക്റ്റീവ് ലിസണിങ് സ്കില്ലാണ്. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വളവള സംസാരിച്ചോണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകളല്ല ഏറ്റവും നല്ല സെയിൽസ്മാൻ. ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യുന്ന ആളുകൾ, ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന ഒരു കേൾവിക്കാരനാണ് ഏറ്റവും നല്ല സെയിൽസ്മാൻ. അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണം നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ. അതേപോലെ 360 ഡിഗ്രിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒബ്സർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. നമ്മളൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയം മുതൽ നമ്മൾ എന്ത് വേണം, ആ ഒരു ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒബ്സർവേഷൻ കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിയെടുത്തേ പറ്റൂ. എന്നാൽ ഏറ്റവും നല്ല ഒരു ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ വീട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് സെയിൽ കോഴ്സിൽ നമ്മൾ അപ്ലൈന്റെ കൂടെ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ റിക്രൂട്ട്മെന്റിന് ഒരു വ്യക്തിയെ കാണാൻ പോവാണെങ്കിൽ അവിടെ നോക്കണം, അവിടെ കാറ് നിർത്തിയിട്ടിരിക്കുന്നുണ്ട് കുറെ കാലമായി, അല്ലെ? അതിന് മുന്നിൽ കുറെ ചെടികളുണ്ട്, തുണി ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഡ്രസ്സിന്റെ ഏകദേശ ധാരണ ഇത്ര പ്രായമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഫ്രണ്ടിലിരിക്കുന്ന ചെരുപ്പുകളൊക്കെ അലക്ഷ്യമായിട്ടിരിക്കുന്നത്, മുറ്റൊന്നും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ അവിടുത്തെ അമ്മക്ക് അമവാദോ സന്ധിവേദന ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒബ്സർവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം നിർബന്ധമായിട്ട്. നമ്മളെ മുന്നിലേക്ക് നമ്മൾ എപ്പോഴും പറയുന്നതാണ് വിഷ്വൽ ഇമ്പാക്ട് ഉള്ള കസ്റ്റമറും ഓഡിറ്ററി കസ്റ്റമറും കിനസ്തറ്റിക് ആയിട്ടുള്ള ടച്ച് കസ്റ്റമർ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച വിഷയങ്ങളാണ്. അപ്പം കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബ്രോഷറും മൊബൈലിലുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു സെയിൽ കോസ് ചെയ്യാൻ പറ്റും. ഓഡിറ്ററി കസ്റ്റമറിനെ കേൾക്കാൻ താല്പര്യമില്ല, നിങ്ങൾ എന്ത് കാട്ടിയാൽ അവർ പറയും കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഈ കസ്റ്റമർ ഓഡിറ്ററി കസ്റ്റമർ ആണെന്നുള്ളത്.
നിങ്ങൾ എത്തിയ ഉടനെ ക്ഷയിക്കേണ്ടി തരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള ബ്രോഷർ വാങ്ങുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ അവരെന്താണ്, കിനസ്തറ്റിക് കാറ്റഗറിയിലുള്ള കസ്റ്റമറാണ്. അപ്പൊ അവർക്ക് ഏറ്റവും ആവശ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് ആണെങ്കിലും വാട്ടർ ആൻഡ് ജിബേഡ് ആണെങ്കിലും ബ്രോഷർ ആണെങ്കിലും അവരെ കയ്യിലേക്ക് കൊടുത്തേക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ തലയിലേക്ക് കയറി. ഈ 3 കാറ്റഗറിയിലുള്ള കസ്റ്റമർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും, അതായത് മാർക്കറ്റിൽ ഉണ്ടാവും. ആ 3 കസ്റ്റമറെയും നമ്മൾ ട്രീറ്റിന്റെ രീതിയും 3 തരത്തിലാണ്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുക്കണം. ഇവരുടെ എന്താണ് ഐ മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത കാര്യം എന്ന് വെച്ചാൽ സെയിൽ ക്ലോസിങ് സംഭവിക്കുന്നത്, നമ്മൾ ഒരാളടുത്ത് പോയി സെയിൽസ് ക്ലോസിങ് സംഭവിക്കുന്നത് കമ്മിറ്റ്മെന്റ് പുറത്ത് 5%. നിങ്ങളെ മാമനും മാമിയും വല്യച്ഛനും വല്യമ്മയൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു 10-30 ആൾക്കാർ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവും. അത് കമ്മിറ്റ്മെന്റ് പുറത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു കഥപ്പുണ്ട്, പിന്നെ സെയിൽസ് ഇല്ല, അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ. 5% സെയിൽ കമ്മിറ്റ്മെന്റ് പുറത്ത് നടക്കുന്നതാണ്. 10% സെയിൽസ് പ്രസന്റേഷന്റെ പുറത്ത് നടക്കും. നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആള് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10% സെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ 2 കാറ്റഗറിയിലെ സെയിൽസ് ഓൾറെഡി നിങ്ങൾ എടുത്ത് തീർന്നു ഓൾറെഡി. കാരണം എല്ലാവരുടെയും ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞെന്ന് പിടിക്കണം. ബാക്കി വരുന്ന 85% സെയിൽസ് നടക്കുന്നത് എൻഗേജ്മെന്റ് സ്റ്റേജിലാണ്. എൻഗേജ്മെന്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ടുണ്ടാകുന്ന ഒരു സഹവർത്തിത്വവും അവരുമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസവും അവരുമായിട്ടുള്ള ബന്ധമൊക്കെ നിലനിർത്തുന്ന സമയത്താണ് 85% സെയിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5% 10% ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളാണെങ്കിൽ പുറത്ത് കിടക്കുന്ന 85% സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ആ സ്ട്രേഞ്ചേഴ്സിന്റെ സെയിലാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ അടുത്തും ഈ പ്രൊഡക്റ്റും പ്ലാനൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് നിന്ന് തയ്യാറാവുന്നതാണ്. എപ്പോഴും നമ്മളൊരു കസ്റ്റമറുടെ അടുത്ത് സമീപിക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സെഷൻ തീരണമെങ്കിൽ ഇനി ഒരു അരമണിക്കൂർ വേണ്ടിയിട്ട്, അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസത്തേക്കും കൂടി ബാക്കി മാറ്റി വെക്കാം അല്ലെ. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ലോകത്തിലെ സെയിൽസ് നടക്കുന്നത് ഒരു റൂളിന്റെ പുറത്താണ്. KLT എന്ന് പറയും. KLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഫോർ നോ, L ഫോർ ലൈക്ക്, T ഫോർ ട്രസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കസ്റ്റമർ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ പരസ്പരം അറിയുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, പരസ്പരം അറിയുന്ന ഒരു കസ്റ്റമർക്ക് മാത്രമേ, അല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞു തുടങ്ങുമ്പോൾ മാത്രമാണ് ഒരു ഇഷ്ടം ഉണ്ടാവുക. അവിടെയാണ് രണ്ടാമത്തെ L എന്ന് പറയുന്ന വാക്കിൽ ലൈക്ക്. നമ്മൾ അവർ തമ്മിൽ എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടാകുന്നു. ആ ഇഷ്ടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യണം, ജെല്ലാവണം ഒരു കസ്റ്റമറുടെ അടുത്ത്. അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ച് പരസ്പരം അറിയുന്ന സമയത്ത് അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നണം. ഇനി ഒരു ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ നമ്മളെ ഇഷ്ടം എന്ത് ചെയ്യണം, നല്ല ട്രാക്കിൽ ചെയ്തിട്ട് അവരുടെ ഇഷ്ടം എന്ത് ചെയ്യണം, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ, സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നുള്ളൂ. അപ്പോൾ അടിപൊളി ദൈവം തൊട്ട ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ, ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇങ്ങനെയുള്ള കുറെ വാക്കുകളുണ്ടല്ലോ, അത് ഇംഗ്ലീഷ് തന്നെ പറയണമെന്നില്ല, നമ്മൾ തന്നെ മലയാളത്തിൽ അവർക്ക് മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു മാജിക് വേർഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, റിജക്ഷൻ കുറയും. അവിടെ കൂടെ ആയിട്ടുള്ള ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ ഒരു 3 വർഷം മുന്നേ കണ്ടക്ടർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, സാർ ഞാനും ഉണ്ടായിരുന്നു, ഈ റൂട്ടിൽ ബസ് ഉണ്ടായിരുന്നു, കണ്ടക്ടർ ആയിരുന്നു എന്ന് പറയാം. KSRTC കണ്ടക്ടർ കാണാൻ നമ്മൾ പോയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ മാവൻ കണ്ടക്ടർ ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മനസ്സെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് കൊടുത്തു. സിമിലാരിറ്റി, ഫൈൻഡ് ഔട്ട് സിമിലാരിറ്റി എന്ന് വെച്ചാൽ അവര് എന്താണോ അത് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് എവിടെന്നെങ്കിലും, അത് നമ്മൾ തന്നെ ആവണമെന്നില്ല, നമ്മളെ ബന്ധുക്കളാവാം, നമ്മളെ സുഹൃത്തുക്കളാവാം, ആരും ആവാം. അപ്പൊ എന്ത് കുറച്ചും കൂടി അവര് ഓപ്പൺ ആവും നമ്മൾ. അതെപ്പോഴും ശ്രദ്ധിക്കുക. സെയിൽ ക്ലോസിങ്ങിന് പോകുന്ന സമയത്തല്ല, നമ്മൾ കസ്റ്റമർ കാണാൻ പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സുപ്പീരിയർ ആണ് എന്നുള്ള ഭാവത്തിൽ ഒരാളെയും മീറ്റ് ചെയ്യരുത്. അതും കൂടി ശ്രദ്ധിക്കണം. അതിന്റെ കൂട്ടത്തിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹമ്പിൾ ആയിരിക്കണം. നമ്മുടെ ആവശ്യമാണ് ഈ ആളെ എന്റെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ എന്റെ ഈഗോ കൊണ്ട് പോയിട്ട് അവരുടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ മേൽ കുതിര കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോകരുത്.
വളരെ നമ്മൾ ഐഡിയ അടിച്ച് നമ്മുടെ കൂടെ അവരെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കാണ് ഏറ്റവും എൻഡിൽ ആരാണ് വിജയിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാതെയാണ് പലരും എന്ത് ചെയ്യുന്നത് റോങ് ആയിട്ട് പെരുമാറുന്നത് പല കസ്റ്റമറുകൾക്കും. അതുണ്ടാവരുത്, നമ്മളുടെ കാര്യത്തിൽ ഉണ്ടാവരുത്. പുഞ്ചിരിക്കാൻ വേണ്ടി പഠിക്കുക. എ സ്മൈൽ ഈസ് എ യൂണിവേഴ്സൽ സിംബൽ ഓഫ് ലവ് ആൻഡ് അപ്രീസിയേഷൻ. എ സ്മൈൽ ഓപ്പൺസ് ദ ഡോർ ദാറ്റ് ലോജിക് ആൻഡ് റീസണിങ് ക്യാൻ നെവർ ഓപ്പൺ. നിങ്ങളുടെ ലോജിക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടോ തുറക്കാൻ പറ്റാത്ത വാതിലുകൾ തുറക്കാനുള്ള ഏക വഴി ഒരു പുഞ്ചിരിയാണ്. എ സ്മൈൽ ഈസ് യുവർ അസറ്റ് ഇൻ ദ ബിസിനസ് ആൻഡ് ലൈഫ്. ജീവിതത്തിലും ബിസിനസ്സിലും നിങ്ങളുടെ ഒരു ബിഗ് അസറ്റ് ആണ് സ്മൈലി. ഇത് നിങ്ങളുടെ ഒരു സെക്കൻഡ് നേച്ചറായിട്ട് എന്ത് ചെയ്യണം നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും പുഞ്ചിരിക്കാൻ അറിയാം, വളരെ ഭംഗിയെ പുഞ്ചിരിക്കാൻ അറിയാം. അപ്പൊ പുഞ്ചിരി എന്ത് ചെയ്യുന്ന വെച്ചാൽ തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ സഹായിക്കും. അപ്പൊ പുഞ്ചിരിക്കുന്ന സമയത്ത് ഒരു ആക്സെപ്റ്റൻസ് കിട്ടും. വളരെ എന്താ പറയാ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മുംബൈ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വഴിതെറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എല്ലാം ഹിന്ദിക്കാരാണ്. ഓക്കെ, മലയാളി ഒറ്റയില്ല. പക്ഷെ ആ ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരാൾ നോക്കുമ്പോൾ നമ്മളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കായി നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് മുന്നിൽ പോയി ചോദിക്കും, മിറാർ റോഡിലേക്ക് പോകാനുള്ള ബസ് അവിടെ കിട്ടും. നമ്മൾ മലയാളത്തിൽ തന്നെ ചോദിക്കും ഹിന്ദി അറിയില്ലെങ്കിൽ. എന്തുകൊണ്ടാ, അവിടെ ഒരു പുഞ്ചിരി നമുക്ക് കിട്ടി എന്നുള്ളതാണ്, ഒരു ആക്സെപ്റ്റൻസ് കിട്ടി. അപ്പൊ പുഞ്ചിരിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കീഴടക്കാൻ വേണ്ടിയിട്ട് പുഞ്ചിരിക്ക് സാധിക്കും. എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും പുഞ്ചിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് എളുപ്പ വഴിയുണ്ട്. കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് സ്വയം പുഞ്ചിരിച്ച് ശീലിക്കുക മെല്ലെ മെല്ലെ. അപ്പൊ എന്ത് വെച്ചാൽ ഈ പുഞ്ചിരി മുഖത്ത് വരാൻ വേണ്ടിയിട്ട് ആകെ ഒറ്റ വഴിയേ ഉള്ളൂ, ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്നാണ്. നമ്മൾ ആദ്യം കവടമായി പുഞ്ചിരിച്ച് പരിശീലിക്കുക, പിന്നീട് പുഞ്ചിരി മുഖത്ത് വന്നോളൂ. ഓക്കെ, പുഞ്ചിരിക്കുന്ന ആളുകളുടെ കവിളിനൊക്കെ എന്തുണ്ടാവും, ഒരു തുടുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുന്ന സെയിൽസ്മാൻ ഒരു ക്വാളിറ്റിയാണ്. ഐ കോണ്ടാക്ട്സ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്, നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സത്യസന്ധതയും ആത്മവിശ്വാസവും മറ്റുള്ളവരിലേക്ക് ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കുക. കസ്റ്റമറെ കൊണ്ട് എസ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഞാനിപ്പോ സൈൻ സാറിന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഞാൻ അവിടെ പോകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് 100% എനിക്ക് ഉറപ്പുണ്ടാവണം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സലീം സാർ യെസ് പറയുന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്ന് രാവിലെ മുതലേ മഴയുണ്ടല്ലേ? കാരണം രാവിലെ മുതലേ ഞാൻ കോഴിക്കോട് വണ്ടി എടുത്തിട്ട് തൃശ്ശൂർ പിന്നെ കൊടുങ്ങല്ലൂർ എത്തുന്നവരെ ഞാൻ കാണുന്നുണ്ട് മഴ പെയ്യുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പാണ് മഴ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ്. പെട്രോളിനൊക്കെ ഏതാ വില ഇപ്പൊ അല്ലെ? 106 രൂപ 107 രൂപയല്ലേ? സാധാരണക്കാരനൊക്കെ എങ്ങനെയാ ജീവിച്ചു പോവാ? ഒരു ദിവസം 100 രൂപ എണ്ണ അടിച്ചാൽ നമുക്ക് നടക്കില്ലല്ലോ അല്ലെ എന്ന് ചോദിക്കുമ്പോൾ അതെ ശരിയാന്ന് പറയും. ഇങ്ങനെയുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യം മിനിമം ചോദിച്ചിട്ട് യെസ് എന്ന് പറയുന്ന ഉത്തരം അവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. ആ യെസ് ടാക്ക് ചെയ്ത് കഴിഞ്ഞാല് എന്നാ പിന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുമല്ലേ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയും. ആ യെസ് എന്ന് പറയുന്ന ആ സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് എടുത്ത് കൊടുത്ത് പൈസ വാങ്ങാനുള്ള ഒരു പരിപാടി നോക്കും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. 90% ഒക്കെ എവിടെയും ക്ലോസ് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ തലകുലുക്കി സംസാരിക്കുന്ന സമയത്ത് തലകുലുക്കി സംസാരിക്കുക. തലകുലുക്കുക എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണ് ശരിക്കും വന്നു കഴിഞ്ഞാൽ. ഞാൻ തലകുലുക്കി സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും അറിയാതെ തലകുലുക്കും. അപ്പൊ ഈ തല എങ്ങനെ കുലുക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റൻസ് കിട്ടും അറിയാതെ. ഒരു സൈക്കോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ നമ്മൾ അവരെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ വളരെ ചില ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് മിലിറ്ററി അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, കൈയൊക്കെ കെട്ടി അങ്ങനെ. അപ്പൊ നമ്മളെന്ത് മൈൻഡ് ചെയ്ത് നമ്മൾ മെല്ലെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ സംസാരിക്കുക. നമ്മൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ അദ്ദേഹം അത് അവരുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ കൈയൊക്കെ കെട്ടി സംസാരിക്കുന്ന കൂട്ടത്തിൽ മെല്ലെ ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ ആട്ടി ആ സാറേ സുഖല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മെല്ലെ അയഞ്ഞു വരുന്നതാണ് കൈ. ഓക്കെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആളെടുത്ത് പോയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റും പ്ലാനും പറയരുത്. കാരണം ഒരിക്കലും അവർ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളില്ല. ഇത് ബ്ലോക്ക് ചെയ്യുന്നതിന്റെ സിഗ്നലാണ്, നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. കാരണം അതിൽ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഈഗോ, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ എല്ലാം അതിൻ്റെ അതുണ്ടാവും. നമ്മളിങ്ങനെ ആദ്യം കുറച്ച് കാര്യങ്ങൾ റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ ലൂസായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചിങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ പ്രോഡക്റ്റും പ്ലാനൊക്കെ പറയാം. ഒരുപാട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, അവിടെ പോയി വിൽക്കുന്നതിന് പകരം അവിടെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ചെറിയ യെസ് നോ എന്ന് പറയുന്ന ഉത്തരം പറഞ്ഞ കുറെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ട്
നമുക്ക് പിന്നീട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ സിറ്റുവേഷൻ മാറ്റും. അതൊക്കെ മാറ്റി നല്ല ഒരു എന്ത് ചെയ്യുക, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ഇറങ്ങുന്നത് പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർക്ക് നിങ്ങൾ പറഞ്ഞു, പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം നിങ്ങളുടെ ഈ സംഭാഷണത്തിനുള്ളിൽ അത് വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് ചോദിക്കും. നിങ്ങൾ അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് സെയിൽ ക്ലോസിംഗ് നടക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇപ്പൊ കസ്റ്റമർ തലയാട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് താല്പര്യമുണ്ട്. കസ്റ്റമർ നിങ്ങളോട് കാലിന്റെ മുട്ടിന്റെ വേദനക്ക് മാത്രമുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഷോൾഡർ പെയിന് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അസ്വസ്ഥരാകുമല്ല വേണ്ടത്. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ച് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അതിനെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ കയ്യിലുള്ള മർക്കൻഡൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രോഷർ ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും കസ്റ്റമർ തൊട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം അദ്ദേഹം ബൈയിങ് സിഗ്നൽ കാണിക്കുക. ബൈയിങ് സിഗ്നൽ എന്ന് അതിൽ പറയാ, സോറി, റെഡി ടു ബൈ ആണ് അവൻ. അതേപോലെ തന്നെ ഓക്കെ നല്ലതാണല്ലേ, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു മാമന്റെ മോനുണ്ട്, അവൻ എപ്പോഴും മൈഗ്രെയിൻ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, അവന് വേണമെന്ന് നോക്കാം എന്ന് പറയുമ്പോ നമ്മളെന്തായാലും വിചാരിക്കുന്നോ, ഇദ്ദേഹം ഏതായാലും എടുക്കില്ല, പിന്നെ എന്നെ അങ്ങോട്ട് തട്ടാനുള്ള പരിപാടിയാണ്. പക്ഷെ സത്യം അതല്ല. അദ്ദേഹം പ്രൊഡക്റ്റ് 100% വാങ്ങാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞു. നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പൈസ തരും. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റെഫറൻസും കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കുക, ആ കോമൺ സെൻസ് നമുക്കാ വേണ്ടത്. അപ്പൊ അവിടെ ഇരുന്ന് അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാം. വെന്യു പ്രോസ്പെക്ട് ആസ്കിങ് അബൌട്ട്, വിലയെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഇതിൽ താല്പര്യം ഉണ്ടെന്നുള്ളത്. എല്ലാവരും താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഇതിന് ഇത്ര വില ചോദിക്കില്ല ഒരിക്കലും. അപ്പൊ അത് നമ്മൾ അസ്വസ്ഥരാക്കരുത് ഒരിക്കലും. പിന്നെ പ്രോസ്പെക്ട് ആസ്കിങ് അബൌട്ട് ഡെലിവറി, ഇത് എന്ന് കിട്ടും, എന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എന്ന് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അസ്വസ്ഥരാകരുത്. അത് അദ്ദേഹം ഓൾറെഡി മനസ്സുകൊണ്ട് തയ്യാറെടുത്തു എന്നുള്ളതിന്റെ ബൈങ് സിഗ്നലാണ്. ഇതിന് ഇടിയെടുക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചെയ്യും ആളുകൾ, അല്ലെ? ഈ ബ്ലഡിലുള്ള അയേണ് ഈ മാഗ്നറ്റും കൂടി അധികമാകുമ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് സെറ്റായി പോകും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറിച്ചിട്ട് ചോദ്യമാണല്ലോ, ഇത് മറ്റേ കമ്പനീന്റെ ആളാന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഒരു വെപ്രാളായിരിക്കും, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി. ഇയാൾ പ്രൊഡക്റ്റ് എടുക്കില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരും. അതുകൊണ്ടാണ് പലർക്കും സെയിൽ കോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്. ശരിക്കും അദ്ദേഹം ഒരു റിസ്ക് മിനിമൈസേഷൻ ക്വസ്റ്റ്യൻസ്, ഇതിന്റെ സൈഡ് എഫക്ട് ഉണ്ടോ, ഇതിന് ബ്ലഡുമായിട്ട് വേറെ പ്രശ്നം വരുമോ, BP കൈമിന്റെ മുകളിൽ വലതിലേക്ക് കൂടുതൽ സമയം കെട്ടിയാൽ BP കൂടുമോ, അല്ലെ, ഇടതിലേക്ക് കൂടുതൽ കെട്ടിയാൽ BP കുറഞ്ഞു പോവോ, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം അദ്ദേഹം ഇത് വാങ്ങാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ട്. അതൊരു ബൈയിങ് സിഗ്നലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്, സെയില് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും എന്ത് ചെയ്യുക, എങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവൂ. ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമുക്ക് സമയമുള്ള സമയത്ത്, നമുക്ക് ഇഷ്ടമുള്ള സമയത്തല്ല, ഇഷ്ടമുള്ള സമയത്തല്ല ക്ലോസ് ചെയ്യപ്പെടേണ്ടത്. കസ്റ്റമർ എപ്പോൾ അത് വാങ്ങാൻ തയ്യാറായി ആ സ്പോട്ട് ക്ലോസ് ചെയ്തേക്കണം. ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ സ്പീഡിലാണെങ്കിലും നമ്മൾ മനസ്സിൽ ഇത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ടാണ്. താല്പര്യം ഇല്ലെങ്കിൽ അദ്ദേഹം ഈ ചോദ്യങ്ങളും ചോദിക്കില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങുക, തിരിച്ചു വരിക. ചുരുങ്ങിയത് ഒരു 500 രൂപയെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ട് ഇങ്ങനെ കസ്റ്റമർ നിങ്ങൾ ഇറങ്ങാം, നിങ്ങളുടെ കൈ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ. അപ്പൊ 500 രൂപ തരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ KLT റൂള് അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം ആ KLT റൂള്, നോ ലൈക്ക് ട്രസ്റ്റ്, എന്ത് ചെയ്യണം, ആ റൂൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഒരു 500 രൂപയെങ്കിലും കസ്റ്റമർ നിങ്ങൾക്ക് തരൂ. അപ്പൊ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ഗുണം, ഞാനൊരു 500 രൂപ അഭിലാഷ് സാറിന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും എന്റെ 500 രൂപ അഭിലാഷ് സാറിന്റെ കയ്യിലാണ്. അപ്പം ബാക്കി ഒരു 9300 കൂടി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് എടുക്കും. അതേസമയം 500 രൂപ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രൊഡക്റ്റ് എടുക്കുന്നത് മാക്സിമം ഡിലേ ചെയ്യും. അപ്പൊ അഡ്വാൻസ് വാങ്ങുന്ന ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. സെയില് ക്ലോസ് ചെയ്ത് അവിടെ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് രാഷ്ട്രീയം പറയാനോ പഴംപുരാണം പറയാനോ ഒന്നും നിൽക്കരുത്. സ്പോട്ടിൽ ഇറങ്ങണം അവിടെ നിന്ന്. കാരണം അതോടുകൂടി നിങ്ങളെ വർക്ക്, അന്നത്തെ വർക്ക് കഴിഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 91% ഓഫ് കസ്റ്റമേഴ്സ് ദേ വുഡ് ഗിവ് റെഫറൽ. 91% കസ്റ്റമറും എന്തുണ്ട്, അവരുടെ റെഫറൽ തരാൻ തയ്യാറാണ്. പക്ഷെ ഈ ഇരിക്കുന്ന 100 ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ 100 പേരിൽ 11 ആൾക്കാർ മാത്രമേ എന്തുള്ളൂ, റെഫറൽ ചോദിക്കൂ. സാറേ വേറെ ആർക്കെങ്കിലും ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള
ഒരു ചോദ്യം ചോദിക്കുന്നത് 11% ആളുകൾ മാത്രമാണ്. അപ്പൊ നമ്മൾ ആ 11% ആളുകളിലേക്കെങ്കിലും എന്ത് ചെയ്യണം, ഇന്ന് മുതൽ മാറിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വിജയങ്ങളിലേക്ക് പോകാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ പറയുകയാണെങ്കിൽ റിജക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വരും, ഒബ്ജക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വരും. സംടൈംസ് യു വിൻ, ചിലപ്പോൾ നിങ്ങൾ വിൻ ചെയ്യും, സംടൈംസ് യു ലേൺ. അല്ലാണ്ട് ഒരിക്കലും ഒരു ഫെയിലിയർ ആവുന്ന ഒരു പരിപാടി സെയിൽസിൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങള് ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളായിരിക്കും. മാർക്കറ്റ് കിടന്ന് ഫുൾ ടൈം കളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു MLM ലീഡർ ആവാൻ വേണ്ടി ഏതൊരാൾക്കും ഈസി ആയിട്ട് സാധിക്കും. നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത് നോ കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് പോവുക. അതിലപ്പുറം നമ്മൾ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എനിക്കറിയാം ഇത് വളരെ സ്പീഡായിട്ടാണ് പറഞ്ഞു പോയത്. 3 മണിക്കൂറിന്റെ ഒരു സെഷനാണ്, 1 മണിക്കൂറിനുള്ളിൽ തീർത്തത്. പരമാവധി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പയറ്റി നോക്കുക ഫീൽഡിൽ. ഓക്കെ, നിർത്തുവാണ്. താങ്ക് യു മിനിസ്റ്റർ. ഇത്രയും ഡീപ്പായിട്ടുള്ള ഇത്രയും നല്ലൊരു അറിവുകൾ പകർന്നു തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത്രയും സമയം കേട്ടിരിക്കാൻ താല്പര്യം കാണിച്ച എല്ലാവരെയും ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു അറിവ് നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലാണ് കിട്ടുക. കാരണം നമ്മളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഹെൽത്തിനും വെൽത്തിനും വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു അറിവ് രാവിലെ തന്നെ പകർന്നു തന്ന മിനിസ്റ്ററിന് ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇന്ന് മനോജ് സാർ യാത്രയിലാണ്. അദ്ദേഹം കൊട്ടാരക്കര വരെ പ്രോഗ്രാമുകളുണ്ട്, അങ്ങോട്ടേക്ക് യാത്രയിലാണ്. അതുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.